ഏപ്രിൽ 26 കേരളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പ്രളയജലം പോലെ പണമൊഴുക്കി എല്ലാ മുന്നണികളും, പ്രത്യേകിച്ച് BJP, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മത്സരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ രാജ്യം വെറുപ്പിൻ്റെ റിപ്പബ്ലിക്കായി മാറുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് നാം കാണുന്നത്. രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ പുലരാനിരിക്കുന്ന നാളുകളെ സംബന്ധിച്ച് അതിയായി ആശങ്കപ്പെടുകയാണ്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര ഘടന, ഈ രാജ്യത്തിൻ്റെ ആധാര ശിലകൾ ഒന്നൊന്നായി തകർക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആയതിനാൽ രാജ്യത്തെ മനുഷ്യസ്നേഹികൾ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ അതിയായ ആശങ്കയിലാണ്. ഈ സാഹചര്യം മാറണമെന്ന് ആത്മാർത്ഥമായി അഭിലഷിക്കുന്നു. പക്ഷെ മാറ്റം സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ് രാഷ്ട്രീയത്തിൻ്റെ മുമ്പിലെ. ഇന്ന് നമ്മുടെ രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന ഈ അപജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുറുക്കുവഴികളൊന്നുമില്ല. എത്ര ആയാസപ്പെടേണ്ടി വന്നാലും ശരി, എത്ര സമയമെടുക്കേണ്ടി വന്നാലും ശരി, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ ഇന്ന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് ഈ നാട്ടിലെ ജനാധിപത്യ ശക്തികളെ, അവസാനത്തെ മനുഷ്യസ്നേഹിയെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭം പടുത്തുയർത്തുക എന്നത് മാത്രമാണ് ആ മാർഗം. ആ മാർഗം അവലംബിച്ചുകൊണ്ട് മാത്രമേ ഈ സാഹചര്യത്തിന് ഒരു മാറ്റം കൊണ്ടുവരാനാവും. പാർലമെന്റിലെ ജയപരാജയങ്ങൾ കൊണ്ട് നമുക്ക് ഈ സാഹചര്യത്തിനൊരു മാറ്റം കൊണ്ടുവരാനാവില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ, പാർലമെന്ററി രാഷ്ട്രീയത്തിൻ്റെ കണക്കൂട്ടലുകൾ കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാനാവില്ല. ഇതൊരു കൈപ്പേറിയ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. താൽക്കാലിക മുട്ടുശാന്തികളില്ല. ഉടനടി ഒരു ഫലം, ഒരു താൽക്കാലിക ഫലം അത് സൃഷ്ടിക്കുന്നത് കൊണ്ടും ഈ സാഹചര്യത്തിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ജനാധിപത്യ രാഷ്ട്രീയം ശക്തിപ്പെട്ടു വരണം. ജനാധിപത്യ രാഷ്ട്രീയം ശക്തിപ്പെട്ടു വരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളെ, പട്ടിണിയുടെ, ദാരിദ്ര്യത്തിൻ്റെ, വരുമാന തകർച്ചയുടെ, തൊഴിലില്ലായ്മയുടെ, ഭീകരമായ സാംസ്കാരിക അപജയത്തിൻ്റെ, ഞെട്ടിപ്പിക്കുന്ന സാമ്പത്തിക അസമത്വത്തിൻ്റെ, അങ്ങനെ ജനജീവിതം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ബദലായി ഒരുക്കപ്പെടണം, സൃഷ്ടിക്കപ്പെടണം. എത്ര ആയാസപ്പെടേണ്ടി വന്നാലും ആ ജനകീയ വിഷയങ്ങളെ ആധാരമാക്കി പടുത്തുയർത്തുന്ന ജനകീയ പ്രക്ഷോഭം, രാജ്യവ്യാപകമായുള്ളൊരു ജനകീയ മുന്നേറ്റം, അതിലൂടെ മാത്രമേ ഈ സാഹചര്യത്തിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ. ജനങ്ങളെ പ്രബുദ്ധതയിലേക്ക് ഉയർത്തിയെടുക്കാൻ കഴിയും. ഒരു മതാന്ധ ശക്തിക്കും ഒരു വർഗീയ ശക്തിക്കും ഭേദിക്കാനാവാത്ത ജനകീയ ഐക്യം സൃഷ്ടിച്ചെടുക്കാൻ ഈ പ്രക്ഷോഭത്തിലൂടെ മാത്രമേ കഴിയൂ. അത് ഉയർന്ന ജനാധിപത്യ മൂല്യങ്ങൾ സൃഷ്ടിക്കും. ഉയർന്ന ധാർമ്മിക നൈതിക മൂല്യങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കും. യുക്തിഭദ്രമായി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ ജനങ്ങളെ പരിശീലിപ്പിക്കും. ആ പ്രക്ഷോഭം ജനങ്ങൾക്കിടയിൽ ശക്തമായ സാഹോദര്യവും ഐക്യവും സൃഷ്ടിക്കും. അങ്ങനെ ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ശക്തിയായി ഉയരുന്ന ജനങ്ങൾ
ആ ജനങ്ങൾക്കിടയിൽ ഐക്യം തകർക്കാൻ ഒരു ശക്തിക്കുമാവില്ല. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ജനാധിപത്യ അന്തരീക്ഷം, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആംബിയൻസ്, അവിടെ ഒരു വർഗീയ ശക്തിക്ക് മുതലെടുപ്പ് നടത്താനാവില്ല. അവരുടെ അത്തരം കുൽസിത നീക്കങ്ങൾ തിരിച്ചടിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഒരു മാർഗമേ ഉള്ളൂ. ഒരു വശത്ത് അധികാരത്തിന്റെ മൃഗീയമായ ബലത്തോടുകൂടി രാജ്യത്തെ വിഭജിക്കുവാൻ, ഹിന്ദു വർഗീയ ധ്രുവീകരണം സാധ്യമാക്കിയെടുക്കുവാൻ, അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഈ നാട്ടിൽ BJPയുടെ നേതൃത്വത്തിൽ ഇരുട്ടിന്റെ ശക്തികൾ പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം അനുവർത്തിച്ചുകൊണ്ട് ജനങ്ങളെ ഒരു പുതിയ ശക്തിയാക്കി ഉയർത്തിയെടുക്കാൻ സഹായിക്കുന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഇതിനെ ചെറുക്കാനാവൂ. ആ സമരത്തിന്റെ രാഷ്ട്രീയത്തെയാണ് SUCI കമ്മ്യൂണിസ്റ്റ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മുടെ രാജ്യത്തായാലും ശരി, നമുക്കറിയാം നരേന്ദ്രമോദിയുടെ ഒരേ ഒരു ജനവിരുദ്ധ നയമേ പരാജയപ്പെടാനിടയായുള്ളൂ. അത് കർഷകർക്കെതിരെ കൊണ്ടുവന്ന നയങ്ങളാണ്. ആ നയങ്ങൾ പരാജയപ്പെടാനിടയായത് അധികാരത്തിന്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് കർഷകർ നടത്തിയ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വഴിയല്ല. അവരോടൊപ്പം MP അണിനിരുന്നത് കൊണ്ടല്ല, MLA അണിനിരുന്നത് കൊണ്ടല്ല, സംസ്ഥാന സർക്കാരുകൾ അണിനിരുന്നത് കൊണ്ടല്ല, മറിച്ച് നയങ്ങൾക്കിരയാവുന്ന കർഷകർ അവരുടെ സമര സംഘടന താഴേത്തലം മുതൽ സംഘടിപ്പിച്ചുയർത്തിക്കൊണ്ടുവന്ന ആ സമര സംഘടന വിട്ടുവീഴ്ച കൂടാതെ അചഞ്ചലം ധാരാളം പ്രതികൂലാവസ്ഥകളോട് പടപൊരുതി അവർ പിടിച്ചു നിന്നു. കർഷക വിരുദ്ധമായ നയങ്ങൾ പരാജയപ്പെടുത്തിയിട്ട് മടങ്ങിപ്പോകൂ എന്ന പ്രഖ്യാപനവുമായി അവർ നിലകൊണ്ടു. അതിൻ്റെ മുമ്പിൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് മുട്ടുകുത്തേണ്ടി വന്നു. പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട് പാസാക്കപ്പെട്ട നിയമങ്ങളെ പിൻവലിക്കൽ പ്രമേയം അവതരിപ്പിച്ചു പിൻവലിക്കേണ്ടി വന്നു. അപ്പൊ പ്രക്ഷോഭം കൊണ്ടാണ് തിരുത്താൻ കഴിയുക, സമരം കൊണ്ടേ തിരുത്താൻ കഴിയൂ. ഈ ശക്തികളെ നിലയ്ക്ക് നിർത്താൻ സമരം കൊണ്ട് മാത്രമേ കഴിയൂ. കർഷകരുടെ സമരം ആ വിലപ്പെട്ട പാഠം നമുക്ക് നൽകുകയാണ്. SUCI കമ്മ്യൂണിസ്റ്റ് ആ കർഷക പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് രാജ്യമെമ്പാടും നടത്തിയ പ്രവർത്തനങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കരുത്തുപയോഗിച്ചുകൊണ്ട് സാധ്യമാകുന്നിടത്തോളം ആ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് ആ സമരത്തിന്റെ പിറകിൽ സമാഹരിക്കാൻ കഴിയുന്ന മുഴുവൻ ജനാധിപത്യ ശക്തികളെ, വ്യക്തിത്വങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ സമരത്തിന് ശക്തി പകരാൻ വേണ്ടി പരിശ്രമിക്കുകയുണ്ടായി. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ചെറുതും വലുതുമായ ജനകീയ സമരങ്ങളോടൊപ്പം ഒന്നുകിൽ അതിൻ്റെ സംഘാടകരായി, അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വമായി, അല്ലെങ്കിൽ സമര സാഹോദര്യം മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുന്നവരായി SUCI കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ഭൂമിയും കിടപ്പാടവും ആവശ്യപ്പെട്ടുകൊണ്ട് മർദ്ദിത ജനത നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ രംഗത്ത്, വികസനത്തിന്റെ പേരിലുണ്ടായിട്ടുള്ള മനുഷ്യദ്രോഹങ്ങൾക്കെതിരെ ഒക്കെയും ഈ പ്രസ്ഥാനം കേരളത്തിൽ എണ്ണമറ്റ ജനകീയ സമരങ്ങളുടെ സംഘാടകരായോ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രസ്ഥാനമായോ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കുവാൻ, അവിടെ സാമ്രാജ്യത്വത്തിന്റെ അജണ്ട, ലോകബാങ്കിന്റെ അജണ്ട നടപ്പാക്കാൻ DPP കൊണ്ടുവന്നപ്പോൾ ആ DPP പദ്ധതിയുടെ അനിവാര്യമായ വിനാശങ്ങൾ, അതിൻ്റെ ആഘാതങ്ങൾ ഇന്നും നമ്മളുടെ പൊതുവിദ്യാഭ്യാസ മേഖല അനുഭവിക്കുന്നു മാത്രമല്ല, തകർച്ചയിലേക്ക് കൂപ്പുകുത്താൻ ഇടവരുത്തിയത് ആ DPP പദ്ധതിയാണ്. അതിനെതിരെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്നേഹികളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ ജനകീയ മുന്നേറ്റത്തിന് അസ്ഥിവാരമൊരുക്കാൻ മുന്നിട്ടിറങ്ങിയത് SUCIയുടെ കേണർമാരായിരുന്നു. കേരളമെമ്പാട് നമുക്കറിയാം, ചെങ്ങറയിൽ കൃഷിഭൂമിയും കിടപ്പാടവും ആവശ്യപ്പെട്ടുകൊണ്ട് അവശ ജനവിഭാഗങ്ങൾ, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ പ്രക്ഷോഭത്തിന്റെ ഭാഗത്ത് അണിനിരുന്നപ്പോൾ ആ സമരത്തോടൊപ്പം നിലകൊണ്ടുകൊണ്ട് ആ സമരത്തിന് കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ ശക്തികളെ പിന്തുണ സമാഹരിച്ചുകൊണ്ട് ആ സമരത്തെ മുന്നോട്ട് നയിക്കാൻ, വിജയത്തിലെത്തിക്കാൻ അവിടെ സമരം നയിച്ച ആ സമിതിക്ക് വേണ്ടുന്ന ഐക്യദാർഢ്യം മുഴുവൻ നൽകി മുഴുവൻ ശക്തി സമാഹരിച്ച പ്രക്ഷോഭത്തോടൊപ്പം നിലകൊണ്ട പ്രസ്ഥാനം SUCI കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. തീർക്കുന്നപ്പോഴേ കരിമണൽ ഖനനത്തിനെതിരെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതം, അവരുടെ ആവാസം
വ്യവസ്ഥ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കരിമണൽ ഖനനത്തിനെതിരെ പ്രക്ഷോഭത്തിന് രംഗത്തുനിന്ന് തൃക്കുന്നപ്പുഴയിലെ ആലപ്പുഴയുടെ തീരത്തെ മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഇന്നും തോട്ടപ്പള്ളിയിൽ നടക്കുന്ന സമരത്തിൽ ഉൾപ്പെടെ അതിന്റെ സംഘാടകരായി, ആ സമരത്തിന്റെ കേഡർമാരായി, ജനകീയ പ്രവർത്തകരായി പ്രവർത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് SUCIയുടെ സഖാക്കളാണ്. വെളപ്പിശാലെ അവിടെ നിങ്ങൾക്ക് കാണാം, മൂലംപള്ളിയിൽ അവിടെ നിങ്ങൾക്ക് കാണാം. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ 11 ജില്ലകളിൽ 10,000-കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് സ്വകാര്യ മൂലധന നിക്ഷേപത്തിന് വഴി തുറന്നു കൊടുക്കുന്നതിനായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന കേരയിൽ പദ്ധതിക്കെതിരെ ഇരകളെ അണിനിരത്തി സുശക്തമായ സുഘടിതമായ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചെടുക്കാൻ മുന്നിട്ടിറങ്ങിയതും SUCIയുടെ സഖാക്കളായിരുന്നു. ഈ പ്രക്ഷോഭ പ്രവർത്തനങ്ങളൊന്നും പാർട്ടിയുടെ പതാകയേന്തി പാർട്ടിയുടെ ബാനറിന് കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട സമരങ്ങളായിരുന്നില്ല. മറിച്ച് പാർട്ടി സ്ഥാപകൻ സഖാവ് ശിവദാസ് ഘോഷ് പകർന്നു നൽകിയിട്ടുള്ള വളരെ ഗൗരവപ്പെട്ട രാഷ്ട്രീയ വിദ്യാഭ്യാസം പാഠം ജനങ്ങളെ, നയങ്ങൾക്കിരയാവുന്ന, ജനവിരുദ്ധ നയങ്ങൾക്കിരയാവുന്ന ജനങ്ങളെ അവരുടെ സമര സമിതികളിൽ അണിനിരത്തുക, സമര ഉപകരണങ്ങളിൽ അണിനിരത്തുക, അവരുടെ നേതൃത്വത്തെ അവരിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചെടുക്കുക. അങ്ങനെ രാഷ്ട്രീയ കാര്യപ്രാപ്തിയും ശേഷിയും ഉയർന്ന ധാർമ്മികതയും നൈതികതയും ആർജിക്കുന്ന പ്രബുദ്ധമായ ഒരു ശക്തിയെ സൃഷ്ടിച്ചെടുക്കാൻ രാഷ്ട്രീയ പാഠശാലകളാക്കി ജനകീയ സമരത്തെ മാറ്റിയെടുക്കുക. ഈ കാഴ്ചപ്പാട് മുൻനിർത്തിയാണ് SUCI സമരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഒരു സങ്കുചിത രാഷ്ട്രീയ താല്പര്യവും ഇല്ലാതെ കേരളത്തിൽ പ്രക്ഷോഭത്തിന്റെ രംഗത്തുണ്ട്. ഒരു സങ്കുചിത രാഷ്ട്രീയ താല്പര്യവും ഇല്ലാതെ സത്യസന്ധമായി, 100% സത്യസന്ധമായി, ആത്മാർത്ഥമായി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊരു സന്ദർഭത്തിലും, എത്ര ചെറുതും വലുതുമായിക്കൊള്ളട്ടെ, കേരളത്തിൽ KSRTC തൊഴിലാളികൾ ശമ്പളം നിഷേധിക്കപ്പെട്ടപ്പോൾ, പെൻഷൻ നിഷേധിക്കപ്പെട്ടപ്പോൾ ആ തൊഴിലാളികളോടൊപ്പം നിൽക്കുവാൻ ആന്റണി സർക്കാരിന്റെ കാലത്ത് കറുത്ത ഉത്തരവ് നടപ്പാക്കി സർക്കാർ ജീവനക്കാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ സർക്കാർ ജീവനക്കാരോടൊപ്പം നിന്ന് ആ കറുത്ത ഉത്തരവിന്റെ പിറകിലെ വർഗതാല്പര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് പൊരുതാൻ ഊർജം പകർന്നു നൽകിയ പ്രസ്ഥാനം SUCI കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. നിങ്ങളെ എണ്ണമറ്റ മേഖലകളിൽ ഈ നാട്ടിലെ മുഴുവൻ സാധാരണ മനുഷ്യരും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം, ഈ പ്രസ്ഥാനം പൊരുതിക്കൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് പൊരുതുന്ന പ്രസ്ഥാനമാണ്. SUCI പിന്തുണ അഭ്യർത്ഥിക്കുന്നത് ഈ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ ഉള്ള സഹായം എന്ന നിലയിലാണ്. വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കരുത്തു പകരണമെന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ നേഴ്സുമാർ പ്രക്ഷോഭ രംഗത്താണ്. അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ കേരളം ദർശിച്ച ഏറ്റവും മാതൃകാപരമായ ട്രേഡ് യൂണിയൻ സമരങ്ങളിൽ ഒന്നായ നേഴ്സുമാരുടെ സമരത്തെ കലവറയില്ലാതെ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രസ്ഥാനം SUCI കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ഇവിടെ SUCI കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനങ്ങളുടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഈ സമര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തണം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ്. ഇത് ശക്തിപ്പെട്ടു വന്നാൽ നാളുകളിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ രംഗത്ത് ഈ ശക്തി, സമാഹരിക്കപ്പെടുന്ന ശക്തി വിനിയോഗിച്ചുകൊണ്ട് ആ സമരങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ SUCI പ്രസ്ഥാനത്തിന് കഴിയും. ഈ കാഴ്ചപ്പാട് ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് പാർട്ടി ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്നത്. ഈ നമ്മുടെ നാട്ടിൽ നാം വോട്ടിന് മാനദണ്ഡമാക്കിയിട്ടുള്ളതൊക്കെ നമുക്കറിയാം. ഈ നാട്ടിലെ പ്രകടന പത്രികകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണികളും മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികകളും വാഗ്ദാനങ്ങളും വിശ്വാസത്തിലൂടെ തോട്ടുകൂട്ടിയിട്ടുണ്ട്. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വ്യാമോഹങ്ങളിൽപ്പെട്ട് നാം വോട്ട് കുത്തിയിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള കാലങ്ങളായി പിന്തുടരുന്ന പിന്തുണയുടെ പേരിൽ വോട്ട് കുത്തിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 17 തവണ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും നാം കണ്ട അത് ഒരേ ഫലമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അധികാരത്തിന്റെ, മുതലാളിത്ത ശക്തികളുടെ അധികാരത്തിന്റെ ചേരിയിലാണ് ഈ പരസ്പരം മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം. അത് അധികാര ചേരിയാണ്, അത് ഭരണത്തിന്റെ ചേരിയാണ്. അവർക്കിടയിൽ മുതലാളിമാരുടെ വ്യവസായ വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങളുടെ കാര്യത്തിൽ ഒരു ഭിന്നതയുമില്ല. അവരെല്ലാം ഒറ്റക്കെട്ടാണ് മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങളുടെ കാര്യത്തിൽ. മറിച്ച് ഈ ഭരണചേരിക്കെതിരെ, ഈ അധികാരത്തിന്റെ ചേരിക്കെതിരെ അവർ പരസ്പരം മത്സരിക്കുന്നുണ്ട്. അത് അധികാര സൗഭാഗ്യങ്ങൾ അവർക്കിടയിൽ പങ്കിടുന്നതിനെ ചൊല്ലിയുള്ളൊരു തർക്കം മാത്രമാണ്. മറിച്ച് നയങ്ങളുടെ കാര്യത്തിൽ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ ലാഭ താല്പര്യത്തെ മുൻനിർത്തി ആവിഷ്കരിക്കപ്പെടുന്ന നയങ്ങളുടെ കാര്യത്തിൽ
ഒരു വ്യതിരിക്തത ഇവർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയില്ല, ഒരു ഭിന്നതയും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ അധികാര ചേരിക്കെതിരെ, ഈ ഭരണചേരിക്കെതിരെ സമരചേരിയെ ശക്തിപ്പെടുത്തണം. ആ സമരചേരിയെയാണ് SUCI കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നത്. കേരളത്തിൽ 8 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. ഈ 8 മണ്ഡലങ്ങളിലും പാർട്ടി സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ബാറ്ററി ടോർച്ചാണ്. ഈ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി SUCI അവതരിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ ഈ രാഷ്ട്രീയത്തിന് ജനങ്ങളുടെ പ്രക്ഷോഭം ഒന്ന് മാത്രമാണ് ഇന്നത്തെ സാഹചര്യത്തെ മാറ്റിയെടുക്കാനുള്ള ഏക പോംവഴി എന്ന ആ ശക്തമായ, എന്നാൽ നാളുകളിലെ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ആ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് SUCI വോട്ട് അഭ്യർത്ഥിക്കുന്നത്. SUCI സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും മതേതര വിശ്വാസികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.